എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, തുലാവർഷമെത്തി കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി ഇടിമിന്നലേറ്റ് മരണം ഉൾപ്പെടെയുള്ള അപകടങ്ങളുടെ വാർത്ത നമ്മൾ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഇടിമിന്നലുമായി ബന്ധപ്പെട്ട കുറച്ച് സുരക്ഷാ കാര്യങ്ങളാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. സുരക്ഷാ അവബോധം ഉണ്ടായിരിക്കുകയും അവ കൃത്യമായി പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപകടങ്ങൾ കുറയ്ക്കാനും അല്ലെങ്കിൽ അപകടങ്ങൾ നമ്മൾ രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ഇത് ഏറ്റവും സിമ്പിളായ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 2016 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ ഇടിമിന്നൽ മൂലം മരണപ്പെട്ട ആൾക്കാരുടെ എണ്ണം 80-85 വരും. അതായത് ശരാശരി ഒരു 16 പേരോളം ഒരു വർഷം മരിച്ചിട്ടുണ്ട്. ഇന്ന് 2021-25 വരെയുള്ള കാലഘട്ടത്തിൽ ആ കണക്ക് 30-35 അതായത് 6-7 പേരാണ് ഒരു വർഷം മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ ഇടിമിന്നലുമായി ബന്ധപ്പെട്ട സുരക്ഷാ അവബോധവും അല്ലെങ്കിൽ എങ്ങനെ പാലിക്കണമെന്ന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത് കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കി പാലിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇടിമിന്നലിന്റെ സമയത്ത് നമ്മൾ പുറത്താണ് നിൽക്കുന്നതെങ്കിൽ വീടിനകത്തേക്ക് സുരക്ഷിതമായ കെട്ടിടത്തിനകത്തേക്ക് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഓർക്കുക, ഉള്ളിലുള്ള ആളുകൾ, കെട്ടിടത്തിനകത്തുള്ള ആളുകൾ ഒരിക്കലും വസ്ത്രങ്ങളോ മറ്റോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. അതോടൊപ്പം വീടിനുള്ളിലെ ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. അതോടൊപ്പം നിങ്ങൾ ഏറ്റവും ഓർക്കേണ്ട കാര്യം, നമ്മൾ വയറിംഗ് സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞതുപോലെ ഇടിമിന്നലേൽക്കുന്ന സമയത്ത് വൈദ്യുതി കടന്നു വരാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന സംവിധാനങ്ങൾ ഘടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം വീടിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാലും ജനലുകളും വാതിലുകളും ഒരിക്കലും തുറന്നിടരുത്, അത് ക്ലോസ് ചെയ്യുക. കാരണം അതിലൂടെയും മിന്നൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ അത് ജനലിനോടും വാതിലിനോടും ഒരിക്കലും ചേർന്ന് നിൽക്കാതിരിക്കുകയും ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മളെല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ സമയത്ത് കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറുക അല്ലെങ്കിൽ ജലാശയങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളതൊക്കെ ഏറ്റവും ഒരു അപകടം ക്ഷണിച്ചു വരുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ അതുകൂടെ നമ്മൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ അഥവാ തുറസായ സ്ഥലത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ, തുറസായ സ്ഥലത്താണെങ്കിൽ സുരക്ഷിതമായൊരു കെട്ടിടം എവിടെയും കാണാനത്തേക്ക് മാറാൻ നോക്കുക. അതല്ലാതെ വലിയ ഒരു മരം അല്ലെങ്കിൽ വൃക്ഷങ്ങൾ ഉണ്ടാവും, അതിന്റെ ചുവട്ടിലേക്ക് ഒരിക്കലും പോകരുത്. കാരണം ഉയർന്നു നിൽക്കുന്ന മരമായതുകൊണ്ട് തന്നെ കറണ്ട് പാസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം പുറത്തു നിൽക്കുന്ന സമയത്ത് നമ്മൾ തുറന്ന വാതിലുകളൊക്കെ അല്ലെങ്കിൽ തുറന്ന ജനലിലൊക്കെ ഉള്ള വാഹനങ്ങൾ ഒരിക്കലും യാത്ര ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അതും അപകടം ക്ഷണിച്ചു വരുത്താവുന്ന ഒന്നാണ്. കാരണം ക്ലോസ്ഡ് ആയിട്ടുള്ള കാർ പോലെയുള്ള വാഹനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് യാത്രയ്ക്കായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോഹങ്ങൾ, അതായത് വൈദ്യുതി കടന്നു പോകുന്ന ലോഹങ്ങളുമായിട്ടുള്ള സമ്പർക്കം പരമാവധി അല്ലെങ്കിൽ പൂർണ്ണമായി നമ്മൾ മാറ്റി നിർത്തുക. പിന്നെ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ മരണങ്ങളിലൊന്ന് എവിടെ വായിച്ചു, കുറച്ച് ഉയർന്ന കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഇടിമിന്നലേറ്റത്. അതുകൊണ്ട് തന്നെ ഉയർന്ന പ്രദേശത്ത് നമ്മൾ കൃത്യമായി ജാഗ്രത പാലിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ ഏറ്റവും വൈദ്യുതി അല്ലെങ്കിൽ ഇടിമിന്നൽ ഏറ്റവും ശക്തമായിട്ട് കേൾക്കാൻ സാധ്യതകളാണ് ഉയർന്ന പ്രദേശങ്ങൾ. അപ്പം അതും നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക. പിന്നെ നമുക്കറിയാം, ഈ അടുത്ത കാലത്തൊക്കെ വൈദ്യുതി മിന്നൽ രക്ഷാചാലകങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പരമാവധി ഈ പറഞ്ഞ ഇടിമിന്നലാണ് സമയത്ത് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് അതുമൂലമുള്ള അപകടങ്ങളും മരണങ്ങളും അതുപോലെ തീപ്പൊളങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് നേരത്തെ നിങ്ങളോട് പറഞ്ഞു. എന്തായാലും കൃത്യമായി ഇതൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് ഒരു സ്വയം സുരക്ഷിതരാകുകയും മറ്റുള്ള ആളുകളെ സുരക്ഷിതരാക്കുകയും ചെയ്യുക. എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു.